കിഡ്നീസ്. അപ്പോൾ കിഡ്നീസിൻ്റെ ഈ ഭാഗം എന്ന് പറയുമ്പം എടാ പെണ്ണൊന്ന് ഓണയ്യോ ഹലോ എഴുതിക്കോ, വരയ്ക്കാൻ പറ്റുമല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല. അപ്പം അതിൻ്റെ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്, റീനൽ പിരമിഡ്സ് ആൻഡ് പാപ്പില്ല ഉണ്ട്, കാലിക്സ് ഉണ്ട്, പെൽവിസ് ഉണ്ട്. അപ്പോൾ ഈ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ആ ലാസ്റ്റ് ഭാഗമാണ്, ആ പെരിഫറൽ ഭാഗമാണ് കോർട്ടെക്സ് ഓഫ് ദ കിഡ്നീസ് എന്ന് പറയുന്നത്. പിന്നെ മെഡുല്ല എന്ന് പറയുമ്പോൾ മെഡുലറി പിരമിഡ്സ് ഒക്കെ കാണുന്നില്ല, അപ്പം അത് മെഡുല്ല. പിന്നെ ഈ കാലിക്സ് എന്ന് പറയുമ്പം ഇത് ഈ ഹലോ ഈ കാലിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രൊജക്റ്റഡ് പാർട്സ് ആണ്. കണ്ടോ, കുറേ പ്രൊജക്റ്റഡ് ഭാഗമുണ്ട്. ദോസ് ആർ കോൾഡ് ആസ് കാലിക്സ്. അപ്പം ഈ കാലിക്സ് വന്നിട്ട് ഇറ്റ് ജോയിൻസ് ഇൻ ടു ദ ഓൾ ദ കാലിസസ് ജോയിൻസ് ഇൻ ടു ദ പെൽവസ്. ഇതാണ് ഈ റീനൽ പിരമിഡ്സ് ആൻഡ് പാപ്പില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ റീനൽ കാലിക്സിൻ്റെ ആ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പം ആ മെഡുലായിട്ട് ചേരുന്ന പോർഷൻ. അപ്പം ആ ഭാഗത്തു നിന്ന് യൂറിൻ ഡ്രെയിൻസ് ഇൻ ടു ദി കാലിസ്. അപ്പം ആ ഒരു ടെർമിനൽ ഭാഗം അവിടെ പറയുന്നതാണ് റീനൽ പിരമിഡ്സ് ആൻഡ് പാപ്പില്ല. പിന്നെ ഇപ്പുറത്തെ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ആ രണ്ട് ജംഗ്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം യുറേറ്റർ അല്ല പെൽവിക് യുറേറ്ററിക് ജംഗ്ഷനും യുറേറ്റർ വെസൈക്കൽ ജംഗ്ഷൻ. അപ്പം കിഡ്നീസും യുറേറ്റേഴ്സും ഉള്ള ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷൻ പറയുന്നതാണ് PUJ ഓർ പെൽവിക് യുറേറ്ററിക് ജംഗ്ഷൻ. യുറേറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ പറയുന്നത് യൂട്രോ വെസൈക്കൽ ജംഗ്ഷൻ. അപ്പം അനാറ്റമി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ it is an aseptic dilatation of pelvic calyceal system due to partial or intermittent obstruction to the outflow of urine. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യൂറിനറി ഔട്ട്ഫ്ലോ ആ ഒരു ഭാഗത്ത് ഒബ്സ്ട്രക്ഷൻ വരും. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ യൂറിന് പുറത്തേക്ക് ഫ്ലോ ചെയ്യാനുള്ളൊരു ഇത് പറ്റുന്നില്ല. അപ്പോൾ എന്താവും, യൂറിൻ അക്യുമുലേറ്റ്സ് ഇൻ ദ പെൽവിസ് ആൻഡ് ഓൾസോ ദ കാലിസസ്. മനസ്സിലായോ? ആ ഒരു പെൽവിക് കാലിസിയൽ സിസ്റ്റത്തിനകത്ത് ഈ യൂറിൻ എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ what happens is that there will be distension of renal calyces and pelvis. അപ്പോൾ ഈ യൂറിൻ എല്ലാം നടന്ന് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻഡഡ് ആവും, which results in the swelling of kidneys or renal damage. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എൻ aseptic dilatation of pelvic calyceal system due to partial or intermittent obstruction to the outflow of urine. അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെറിയ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ, വാട്ട് ഹാപ്പൻസ്, ഇറ്റ് കോസസ് യൂറിൻ, ഇറ്റ് ലീഡ്സ് ടു യൂറിൻ അക്യുമുലേഷൻ ഇൻ പെൽവിക് കാലിസിയൽ സിസ്റ്റം which leads to distension of renal calyces and pelvis leading to renal damage. ഇത്രയേ ഉള്ളൂ. ഇനി ഇറ്റിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂണിലാറ്ററൽ കോസസും ബൈലാറ്ററൽ കോസസും ആണ്. അപ്പം വേറെ ഒന്നെന്ന് പറയുമ്പം അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബട്ട് അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടും. അപ്പം അക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സിബിൾ ഡാമേജേ സംഭവിക്കത്തുള്ളൂ ടു ദി കിഡ്നീസ്. ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാവും. ഓക്കെ. അപ്പം യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. extramural causes, intramural causes, intraluminal causes. The extramural causes എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് ദ കിഡ്നി വാൾ എന്ന് വെച്ചാൽ കിഡ്നിയുടെ തൊട്ട് പുറത്ത് ആ ഒരു ക്യാപ്സ്യൂളിന് പുറത്ത് ഉള്ള സംഭവങ്ങൾ കാരണം ഉണ്ടാവുന്നതാണ് എക്സ്ട്രാമ്യൂറൽ കോസസ്. ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ കിഡ്നിക്ക് അകത്ത് തന്നെ ഇൻസൈഡ് ദ കിഡ്നി വാൾ. പിന്നെ ഇൻട്രാല്യൂമിനൽ നമുക്കറിയാലോ, ഇൻട്രാല്യൂമിനൽ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ല്യൂമൻ. അപ്പം എക്സ്ട്രാമ്യൂറൽ കോസസ് അതെന്ന് പറയുമ്പോഴത്തേക്ക് അബറന്റ് റീനൽ വെസൽസ്. ഈ അബറന്റ് റീനൽ വെസൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അബ്നോർമൽ എന്ന് വെച്ചാൽ നോർമൽ, ആ ഒരു നോർമൽ കോഴ്സ് അല്ലാതെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന വെസൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വിത്ത് റീനൽ ആർട്ടറി അല്ലെങ്കിൽ വെയിനിന് പ്രോബ്ലം വരും. അതാണ് അബറന്റ് റീനൽ വെസൽസ്. അത് കാരണം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. പിന്നെ കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ,
കാർസിനോമ സെർവിക്സ് അല്ലെങ്കിൽ കാർസിനോമ റെക്ടം പോലുള്ള സാധനങ്ങൾ അത് പുറത്തല്ലേ, കിഡ്നിയുടെ പുറത്തല്ല. പക്ഷെ അത് കാരണം കംപ്രഷൻ ഉണ്ടായിട്ട് ഒബ്സ്ട്രക്ഷൻ വരാം. പിന്നെ റെട്രോ പെരിറ്റോണിയൽ ഫൈബ്രോസിസ്, പിന്നെ റെട്രോ കേബിൾ യുറേറ്റർ. ഈ റെട്രോ കാവൽ യുറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യുറേറ്റർ ഇല്ലേ, എൻസർക്കിൾസ് ഇൻഫീരിയർ വീന കാവ. ഓക്കെ, ഈ ഇൻഫീരിയർ വീന കാവയിൽ എൻസർക്കിൾ ചെയ്യാം. അപ്പം അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 4 കോസസ്. അബറന്റ് റീനൽ വെസൽസ്, വിച്ച് മീൻസ് അബ്നോർമൽ കോഴ്സ് ഓഫ് റീനൽ ആർട്ടറി ഓർ വെയിൻ. പിന്നെ കംപ്രഷൻ, റെട്രോ പെരിറ്റോണിയൽ ഫൈബ്രോസിസ്, റെട്രോ കേബിൾ യുറേറ്റർ. പിന്നെ ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോഴത്തേക്ക് വിച്ച് ഇസ് കോസ് ഡ്യൂ ടു എന്താ കിഡ്നിയുടെ അകത്തുള്ള സംഭവം, ഇൻസൈഡ് ദ കിഡ്നി വാൾ. അപ്പം അതെന്ന് പറയുമ്പോൾ കൺജനൈറ്റൽ PUJ ഒബ്സ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ പെൽവിക് യുറേട്രിക് ജംഗ്ഷൻ, അവിടെ ജനിക്കുമ്പോൾ തന്നെ അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ യുറേട്രോസീൽ, പിന്നെ നിയോപ്ലേസം ഓഫ് യുറേറ്റർ, പിന്നെ നാരോ യുറേറ്ററിക് ഓറിഫൈസ്, പിന്നെ സ്ട്രിക്ചേഴ്സ്. അപ്പം ഇത് എലാബറേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. കൺജനൈറ്റൽ PUJ ഒബ്സ്ട്രക്ഷൻ, യുറേട്രോസീൽ, നിയോപ്ലേസം ഓഫ് യുറേറ്റർ, നാരോ യുറേറ്ററിക് ഓറിഫൈസ്, സ്ട്രിക്ചർ. ഇനി ഇൻട്രാല്യൂമിനൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോൺ ഫോർമേഷൻ, റീനൽ കാൽക്കുലൈ. പിന്നെ സ്ലഫ്ഡ് പാപ്പില്ല. ഇപ്പം ഈ പാപ്പിലറി അട്രോഫി നേരത്തെ പറഞ്ഞില്ലേ, റീനൽ പിരമിഡ്സ് ആൻഡ് പാപ്പില്ല ഉണ്ടെന്ന്. അപ്പം അതിനകത്ത് ആ പാപ്പിലേക്ക് എന്തെങ്കിലും നെക്രോസിസ് സംഭവിക്കുമ്പോൾ എന്താണ്, അത് അവിടെ നിന്ന് സ്ലഫ് ചെയ്തിട്ട് ഈ യൂറിനകത്തൂടെ ഇങ്ങനെ അവിടെ വന്ന് ഒബ്സ്ട്രക്ട് ചെയ്യും. അതാണ് സ്ലഫ്ഡ് പാപ്പില്ല. അപ്പം ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട്, ആ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മ്യൂറൽ കോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, റോൾസ് റോയ്സ് ഇസ് എൻ അമേസിംഗ് കാർ. അതിൽ ആർ റെട്രോ പെരിറ്റോണിയൽ ഫൈബ്രോസിസ്, റെട്രോ കേബിൾ യുറേറ്റർ, അതാണ് റോൾസ് റോയ്സ് ഇസ് എൻ അമേസിംഗ് കാർ. എ അബറന്റ് റീനൽ വെസൽസ്, സി കംപ്രഷൻ. അതാണ് അതിനുള്ള കോഡ്. ഇനി ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ അതിൽ നിസാൻ ഇസ് അൾട്രാ കംഫർട്ട്. നിസാൻ കാറല്ലേ, അത് അൾട്രാ കംഫർട്ട്. അപ്പം NSNUC അത്. പിന്നെ ഇൻട്രാലൂമിനൽ എന്ന് പറയുമ്പോഴത്തേക്കും സുസുക്കി ഇസ് സൂപ്പർബ്. ഇതെല്ലാം കാസിൻ്റെ ഇത് വെച്ചിട്ടുള്ള കോഡാണ്. അപ്പം എക്സ്ട്രാ മ്യൂറൽ എന്ന് പറയുമ്പോൾ റോൾസ് റോയ്സ് ഇസ് എൻ അമേസിംഗ് കാർ. ഇൻട്രാമ്യൂറൽ നിസാൻ ഇസ് അൾട്രാ കംഫർട്ട്. ഇൻട്രാലൂമിനൽ സുസുക്കി ഇസ് സൂപ്പർബ്. ഓക്കെ. ഇനി നമ്മൾ യൂണിലാറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ബൈലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്കും കൺജനൈറ്റൽ കോസസും ഉണ്ട്, എക്വയർഡ് കോസസും ഉണ്ട്. അപ്പോൾ കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ കൺജനൈറ്റൽ സ്ട്രക്ചർ ഉണ്ട്, കൺജനൈറ്റൽ പോസ്റ്റ് യുറേത്രൽ വാൽവ്, പിന്നെ കൺജനൈറ്റൽ PUJ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ഈ കൺജനൈറ്റൽ PUJ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈഡ്രോനെഫ്രോസിസ് ആണ്. പിന്നെ അക്വയർഡ് എന്ന് പറയുമ്പോൾ BPH, റീനൽ കാൽക്കുലൈ, CA സെർവിക്സ്, CA പ്രോസ്റ്റേറ്റ്, CA ബ്ലാഡർ, ഫൈമോസിസ്, ഇൻഫ്ലാമറ്ററി അല്ലെങ്കിൽ ട്രോമാറ്റിക് സ്ട്രക്ചർ. ഇത് ഓർത്തിരിക്കുന്നത് കൺജനൈറ്റൽ PUJ ഒബ്സ്ട്രക്ഷൻ ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈഡ്രോനെഫ്രോസിസ്. ഇനി ഇപ്പം ഇത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബേസിനാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ അല്ല, ജസ്റ്റ് ആ ഒരു ഇറ്റിയോളജി ബേസ്ഡ് ഓൺ ഏജ്. ഇപ്പം ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ കോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റീനോസിസ് ഓഫ് PUJ, കൺജനൈറ്റൽ PUJ. പിന്നെ യങ് അഡൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ റീനൽ കാൽക്കുലൈ ആയിരിക്കും കോമൺ കോസ്. പിന്നെ ഓൾഡർ പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ BPH, CA പ്രോസ്റ്റേറ്റ്, റീനൽ കാൽക്കുലൈ ഒക്കെ പറയാം. പിന്നെ പ്രഗ്നൻറ്റ് വിമൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകാം. പിന്നെ മെക്കാനിക്കൽ കംപ്രഷൻ ഓഫ് ദ യുറേറ്റേഴ്സ്, അത് കാരണം ഉണ്ടാകും. ഇതാണ് പ്രഗ്നൻറ്റ് വിമനിലുള്ള മെയിൻ കോസസ്. പിന്നെ അതെന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട്സ് കാരണം, സ്കാർ ടിഷ്യൂ കാരണം, UTI കാരണം. അപ്പം ഇതാണ് ജസ്റ്റ് ഏജ് ബേസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്ലിനിക്കൽ സിനേറിയോസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 4 ടൈപ്സ് ഉണ്ട്. 4 ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ 1 എന്ന് പറയുമ്പോൾ യൂണിലാറ്ററൽ, ബൈലാറ്ററൽ വിത്ത് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ബൈലാറ്ററൽ വിത്തൗട്ട് റീനൽ ഫെയിലിയർ. ആ 3 ക്ലാസിഫിക്കേഷൻ 1ൻ്റെ അടിയിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ 2 എന്ന് പറയുമ്പോൾ ഇന്റർമിറ്റൻറ്റും പെർസിസ്റ്റൻറ്റും.
Classification 3 is hydronephrosis only അല്ലെങ്കിൽ hydronephrosis with hydroureter. പിന്നെ ക്ലാസിഫിക്കേഷൻ 4 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ റീനൽ പെൽവിക് അല്ലെങ്കിൽ ഇൻട്രാ റീനൽ പെൽവിക്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും പെത്തോളജി. അപ്പോൾ ഇവിടുത്തെ പെത്തോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇനീഷ്യലി എന്ത് സംഭവിക്കും, ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി, യൂറിൻ എന്താ പറയുക അവിടെ അക്യുമുലേറ്റ് ചെയ്ത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇനീഷ്യലി ദർ ബി എൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ ദ പെൽവിസ്. ആ ഒരു പെൽവിസ് റീജിയൻ ഓഫ് ദ കിഡ്നിയിൽ ആദ്യമേ ഇനീഷ്യലി അവിടെയാണല്ലോ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. പിന്നെ വാട്ട് ഹാപ്പൻസ്, ദർ ബി എൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ കാലിസിസ് ആൻഡ് ഓൾസോ റീനൽ പാരൻകൈമ. അപ്പോൾ ഈ ഭാഗത്തേക്ക്, ഈ റീനൽ പാരൻകൈമയിലേക്ക് ആ പ്രഷർ എഫക്ട്സ് വരാൻ തുടങ്ങി. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ദർ ബി തിന്നിങ് ഓഫ് പാരൻകൈമ ഡ്യൂ ടു കോർട്ടിക്കൽ അട്രോഫി. അപ്പം ഈ കാലിസിസിനകത്തും ഇതിനകത്തെല്ലാം ഇങ്ങനെ യൂറിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇതിങ്ങനെ ആ കോർട്ടെക്സിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ആ ഒരു പ്രഷർ എഫക്ട്സ് കാരണം ദർ ബി അട്രോഫി ഓഫ് ദ കോർട്ടെക്സ്. ആ അട്രോഫി ഇങ്ങനെ അതിങ്ങനെ പ്രഷർ എഫക്ട്സ് ആണ്. അട്രോഫി വന്നു കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദർ ബി തിന്നിങ് ഓഫ് ദ പാരൻകൈമ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ പാരൻകൈമ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദൻ 2 millimeter ആണെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് കിഡ്നി ഫങ്ഷൻ ഉണ്ടാകും. അപ്പം ഇത് ബൈലാറ്ററൽ കേസിലാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദർ ബി റീനൽ ഫെയിലിയർ. പെത്തോളജി ഇത്രയാണ്. ഇനീഷ്യലി ദർ ബി ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് പെൽവിസ്. Later there will be increase in pressure in calyces and renal parenchyma, leading to thinning of parenchyma due to cortical atrophy. Okay. ഇത്രയാണ് pathology. ഇനി clinical features. മനസ്സിലാവുന്നുണ്ടോ? ആണോ? സ്പീഡ് ഉണ്ടോ? ഇല്ല. ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ യൂണിലാറ്ററലിൻ്റെ നമ്മൾ സെപ്പറേറ്റ് പറയുന്നു, ബയലാറ്ററലിനെ നമ്മൾ സെപ്പറേറ്റ് പറയുന്നു. ഇപ്പോൾ യൂണിലാറ്ററലിനെ പറയുന്നത് എന്താണ്, ഇവിടുത്തെ മോസ്റ്റ് കോമൺ കോസ് യൂണിലാറ്ററൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ PUG ഒബ്സ്ട്രക്ഷൻ ആൻഡ് ഓൾസോ കാൽക്കുലസ് യൂണിലാറ്ററൽ. അപ്പം ഇവിടുത്തെ എന്താ പറയുക അക്കറൻസ് എന്ന് പറയുമ്പോൾ മെയിൽസ് ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുമ്പോൾ മെയിൽസിനാണ് കൂടുതൽ കാണുന്നത്. അപ്പം 2:1 ആണ്. പിന്നെ ഇവിടുത്തെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ പെയിൻ ഉണ്ട്. ഈ പെയിൻ എങ്ങനത്തെ ടൈപ്പ് ആണെന്ന് വെച്ചാൽ ഡൾ ഏക്കിംഗ് ലോയിൻ പെയിൻ ആണ് വിത്ത് ഡ്രാഗിങ് സെൻസേഷൻ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രസന്റ് ഇൻ ദ ലോയിൻ. അത് സ്മൂത്ത് ആയിരിക്കും, മൊബൈൽ ആൻഡ് ഡയലോട്ടബിൾ. ഇറ്റ് മൂവ്സ് വിത്ത് റെസ്പിറേഷൻ. പിന്നെ ഡൾനെസ് ഇൻ റീനൽ ആംഗിൾ ആൻഡ് കോളോണിക് റെസണൻസ് ഇൻ ഫ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെന്താ, പിന്നെ അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടയ്ക്ക് അറ്റാക്സ് ഓഫ് അക്യൂട്ട് റീനൽ കോളിക് ഉണ്ടാകും. പിന്നെ ഡീറ്റെയിൽസ് ക്രൈസിസ്. ഇപ്പോൾ ഡീറ്റെയിൽസ് ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് റീനൽ കോളിക് ഉണ്ടായി, അപ്പം ഇത് കഴിഞ്ഞ് അതങ്ങ് റിസോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്, ഈ ലോയിനിലൊരു സ്വെല്ലിംഗ് ഉണ്ടാവും. ഈ സ്വെല്ലിംഗ് എന്ന് പറയുമ്പം അത് എന്താ, ഇറ്റ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ദ പാസേജ് ഓഫ് ലാർജ് വോളിയം ഓഫ് യൂറിൻ. അപ്പം ആ ഒരു ഇതിന് പറയുന്നതാണ് ഡീറ്റെയിൽസ് ക്രൈസിസ്. അതെന്താണ്, അക്യൂട്ട് അറ്റാക്ക് ഓഫ് റീനൽ കോളിക് കഴിയുമ്പോഴത്തേക്കും there will be swelling in the loin which disappears after passage of large volume of urine. Okay, അതാണ് ഡീറ്റെയിൽസ് ക്രൈസിസ്. പിന്നെ എന്ന് പറയുമ്പോൾ ഡിസ്യൂറിയ, ഹെമറ്റ്യൂറിയ. പിന്നെ അവിടെ ഇൻഫെക്റ്റഡ് ആയെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഫീവർ ഉണ്ടാവും, ടെൻഡർനെസ് ഇൻ ദ റീനൽ ആംഗിൾ ഉണ്ടാകും, പിന്നെ ഒക്കേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂണിലാറ്ററൽ. ഒന്നുകൂടെ പറയാം, യൂണിലാറ്ററലിൻ്റെ കോമൺ കോസസ് എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ PUG ഒബ്സ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലസ്. പിന്നെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ 2:1 ആണ്. പിന്നെ പെയിൻ ഉണ്ട്. പെയിൻ എന്ന് പറയുമ്പോൾ ഡൾ ഏക്കിംഗ് ലോയിനിലുള്ള പെയിനാണ് വിത്ത് ഡ്രാഗിങ് സെൻസേഷൻ. അപ്പോൾ മാസ് എന്ന് പറയാം, അതും ലോയിനിലാണ് മാസ് ഉണ്ടാവുക. അത് മാസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, മൊബൈലായിരിക്കും, ഡയലോട്ടബിൾ ആയിരിക്കും. ഇറ്റ് മൂവ്സ് വിത്ത് റെസ്പിറേഷൻ ആൻഡ് ഓൾസോ ഡൾനെസ് ക്യാൻ ബി ഫെൽറ്റ് ആൻഡ് റീനൽ ആംഗിൾ ആൻഡ് കോളോണിക് റെസൊണൻസും നമുക്ക് ഫ്രണ്ടിൽ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അറ്റാക്സ് ഓഫ് അക്യൂട്ട് റീനൽ കോളിക് ഉണ്ടാകും. പിന്നെ പറയുന്നതാണ് ഡീറ്റെയിൽസ് ക്രൈറ്റീരിയ, ക്രൈസിസ്.
അപ്പോൾ അവിടെ എന്ന് പറയുമ്പം ആഫ്റ്റർ an acute attack of renal colic, there will be swelling in the loin which disappears after passage of large volume of urine. പിന്നെ dysuria ഉണ്ട്, hematuria ഉണ്ട്. ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫീവർ ആൻഡ് ടെൻഡർനെസ് ഇൻ ദ റീനൽ ആംഗിൾ ഉണ്ട്. പിന്നെ ഒക്കേഷണലി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇനി നമ്മൾ ബൈലാറ്ററലിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അപ്പം ബൈലാറ്ററൽ എന്ന് പറയുമ്പം ഇത് നമുക്ക് രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇപ്പോൾ ലോവർ യൂറിനറി ട്രാക്റ്റിലാണ് ഒബ്സ്ട്രക്ഷൻ എന്നുണ്ടെങ്കിൽ എന്താണ് ലോയിൻ പെയിൻ ഉണ്ടാകും. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ബ്ലാഡർ ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ, ഇപ്പോൾ ഫ്രീക്വൻസി കുറയും, പുവർ സ്ട്രീം ഓഫ് യൂറിൻ ആയിരിക്കും. പിന്നെന്ന് പറയുമ്പോൾ കിഡ്നീസ് എന്ന് പറയുമ്പോൾ നോട്ട് പാൽപ്പബിൾ ആണ്, മനസ്സിലായോ? കാരണം അതെന്താ, അത് ലോവർ യൂറിനറി ട്രാക്റ്റിലുള്ള ഒബ്സ്ട്രക്ഷൻ ആയതുകൊണ്ട് കിഡ്നീസ് വോണ്ട് ബി പാൽപ്പബിൾ. പിന്നെ ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ അപ്പർ യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ, അവിടെയാണെന്നുണ്ടെങ്കിൽ ലോയിൻ പെയിൻ ഉണ്ടാകും. പിന്നെ മാസ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ ലോയിൻ. പിന്നെ അവിടെ നമുക്ക് ദെൽ ബി അറ്റാക്സ് ഓഫ് റീനൽ കോളിക്. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പം ഈ കിഡ്നീസ് നോട്ട് പാൽപ്പബിൾ ഇൻ കേസ് ഓഫ് ലോവർ യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ ആൻഡ് മാസ് ഇസ് പാൽപ്പബിൾ. കിഡ്നീസ് ആ മാസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇൻ ദ അപ്പർ യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ. പിന്നെ ഇനി ബയലാട്രൽ സിവിയർ കേസസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു അവിടെ റീനൽ ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ് ബയലാട്രൽ സിവിയർ കേസസ് ആണെങ്കിൽ. അപ്പം നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് റീനൽ ഫെയിലിയർ കാണാൻ പറ്റും. ലൈക്ക് ഒളിഗ്യൂറിയ, എഡിമ, ഹിക്കപ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ബൈലാറ്ററലിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പയോനെഫ്രോസിസ് ഉണ്ടാകാം, പെരിനെഫ്രിക് ആപ്സസ് ഉണ്ടാകാം, റീനൽ ഫെയിലിയർ ഇൻ കേസ് ഓഫ് ബൈലാറ്ററൽ കേസസ്. അപ്പം ഇതാണ് 3 മെയിൻ കോംപ്ലിക്കേഷൻസ്. ഇനി ഇൻവെസ്റ്റിഗേഷൻസ്. അടുത്ത ലിങ്ക് എടുക്കാം. ഓക്കെ.